നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ചെറിയ തെറ്റുകളായിരിക്കും ശരീരത്തിൽ അയൺ കുറയുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ. പല അസുഖങ്ങളുടെ ഭാഗമായിട്ട് ശരീരത്തിൽ അയൺ കുറയാം. പക്ഷേ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ പലപ്പോഴും ആരോഗ്യത്തെ മോശമായിട്ട് ബാധിക്കാറുണ്ട്. നമ്മൾ ചിലരെ കണ്ടിട്ടുണ്ടായിരിക്കും എപ്പോഴും ക്ഷീണമായിരിക്കാം. ഇതിൻ്റെ പ്രധാന കാരണം ശരീരത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്നതാണ് ഇതിൻ്റെ ഒരു കാരണം. പല കാരണങ്ങൾ കൊണ്ട് ക്ഷീണം വരാം. വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാരണം ഹീമോഗ്ലോബിൻ കുറയുന്നതാണ്. ശരീരത്തിലുടനീളം ഓക്സിജൻ കൊണ്ടുപോകുന്ന ചുവന്ന രക്താണുക്കളായ ഹീമോഗ്ലോബിൻ എന്ന പ്രോട്ടീനിൻ്റെ രൂപീകരണത്തിന് സഹായിക്കുന്ന ഒരു പ്രധാന ധാതുവാണ് അയൺ അഥവാ ഇരുമ്പ് എന്ന് പറയുന്നത്. പല ആളുകളിലും കണ്ടുവരുന്ന പ്രധാനപ്പെട്ട പോഷകാഹാരക്കുറവിലൊന്നാണ് അയൺ കുറയുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളിലും കുട്ടികളുടെയും ഇടയിൽ ഇത് വളരെ സാധാരണമായിട്ട് കണ്ടുവരുന്ന ഒന്നാണ്. അയണിൻ്റെ കുറവ് അത്ര ശ്രദ്ധിക്കാതെ വിട്ടുകഴിഞ്ഞാൽ കാലക്രമേണ അനീമിയ പോലുള്ള വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേരാം. ശരീരത്തിൽ അയൺ കുറയാൻ കാരണമാകുന്ന പ്രധാനപ്പെട്ട ചില തെറ്റുകൾ, നമ്മുടെ ദിവസേനയുള്ള ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും പ്രഭാത ഭക്ഷണം അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുക എന്നതാണ്. എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുന്നവരെ തീർച്ചയായിട്ടും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അയണിൻ്റെ കുറവ്. പല തിരക്കുകൾ കാരണം പലപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. എന്നാൽ സ്ഥിരമായി ഇത്തരത്തിൽ പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്ന ഈ ശീലം ആരോഗ്യത്തെ മോശമായിട്ട് ബാധിക്കും. ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീനുകൾ, ലീൻ മീറ്റുകൾ, പച്ചക്കറികൾ, മുട്ട എന്നിവയൊക്കെ പൊതുവെ ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇവയൊക്കെ ശരീരത്തിൽ അയൺ ധാരാളമായിട്ട് ലഭിക്കാൻ സഹായിക്കുന്നവയുമാണ്. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുന്നത് ശരീരത്തിൽ അയൺ കുറയുന്നതിൻ്റെ ഒരു കാരണമാണ്. അതുപോലെ സാധാരണ പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ് അയണിൻ്റെ കൂടെ കാൽസ്യം കൂടി കഴിക്കുക എന്നത്. എല്ലുകളുടെ ആരോഗ്യത്തിന് കാൽസ്യം പ്രധാനമാണ്. എന്നാൽ അയൺ കൂടുതലുള്ള ഭക്ഷണത്തിനോടൊപ്പം കാൽസ്യം കഴിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു രീതിയല്ല. ഇത് അയണിൻ്റെ ആഗിരണത്തെ വളരെ മോശമായിട്ട് ബാധിക്കും. ഇത് രണ്ടും കൂടി ഒരുമിച്ച് കുടലിൻ്റെ ആരോഗ്യത്തെയും മോശമായിട്ട് ബാധിക്കും. അതുകൊണ്ട് ഇരുമ്പ് കൂടുതലുള്ള ഭക്ഷണം കഴിക്കും അതിനോടൊപ്പം കാൽസ്യം കഴിക്കാതിരിക്കുക. രണ്ടും സെപ്പറേറ്റ് ടൈമിൽ കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതിൻ്റെ അബ്സോർപ്ഷൻ പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ ഇരുമ്പും കാൽസ്യവും സെപ്പറേറ്റ് ആയിട്ടുള്ള സമയത്ത് കഴിക്കുന്നതാണ് നല്ലത്. ഒരു റിസർച്ച് ജേർണലിൽ പറയുന്നത് ഒരേ സമയം കാൽസ്യം 300 മില്ലിഗ്രാമോളം കാൽസ്യം ഇരുമ്പിൻ്റെ ആഗിരണം ഗണ്യമായിട്ട് കുറയ്ക്കും എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മിസ്റ്റേക്കാണ് ഭക്ഷണശേഷം ചായയും കാപ്പിയൊക്കെ കുടിക്കുക എന്നത്. മിക്ക ആളുകളുടെയും ഒരു ഇഷ്ടപാനീയമാണ് ചായയും കാപ്പിയും ഒക്കെ. പക്ഷേ ഭക്ഷണം കഴിച്ച ഉടൻ തന്നെ ചായ അല്ലെങ്കിൽ കാപ്പി കുടിക്കുന്നത് അത്ര നല്ലതല്ല. രണ്ടിലും ടാനിൻ, പോളിഫെനോൾസ് എന്നീ സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ഇരുമ്പുമായി ബന്ധിപ്പിക്കുകയും കുടലിൽ ഇരുമ്പിനെ ആഗിരണം ചെയ്യുന്നത് തടയുകയും ചെയ്യുന്നു. ഒരു പഠനത്തിൽ പറയുന്നത് ഭക്ഷണം കഴിഞ്ഞ് 1 മണിക്കൂറിനുള്ളിൽ ചായയോ കാപ്പിയോ കുടിക്കുന്നത് ഇരുമ്പിൻ്റെ ആഗിരണം 60% വരെ കുറയ്ക്കും എന്നതാണ്. അതുപോലെ സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ ഇലക്കറികളും പച്ചക്കറികളും എല്ലാം ഉൾപ്പെടുത്തുക. ഡേറ്റ്സ്, എള്ള്, മുരിങ്ങയില ഇവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ദിവസേന 1 ടേബിൾ സ്പൂൺ മുരിങ്ങയില കഴിക്കുന്നത് അയണിൻ്റെ കുറവ് ഇല്ലാതാക്കും. അതുപോലെ ഡേറ്റ്സ്, എള്ള്, പോംഗ്രാനൈറ്റ് ഇവയെല്ലാം റെഗുലറായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആകും എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.